നമസ്കാരം. ഹൃദയാരോഗ്യത്തെക്കുറിച്ചിട്ട് ആശങ്കപ്പെടുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണം, കുടവയറ് എന്നുള്ളതൊരു പ്രശ്നമാണ്, കൊളസ്ട്രോൾ അധികമായിട്ടുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളെ അലട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇതിൽ എല്ലാത്തിനും കൂടെ ഒരൊറ്റ പരിഹാര മാർഗം ഒരു പച്ചക്കറിയിലുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ പറമ്പിൽ വളരെ സുലഭമായിട്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ളത് ആയതിനാൽ തന്നെ വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒന്നാണ് കപ്ലങ്ങ, ഓമയ്ക്ക, കറുമൂസ എന്ന പല നാമധേയത്തിൽ അറിയപ്പെടുന്ന പപ്പായ എന്നുള്ളത്. ഈ പച്ചപ്പപ്പായയും പഴുത്ത പപ്പായയും എല്ലാം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. എന്നാൽ ഇത് സൗന്ദര്യ മേഖലയിൽ ഒട്ടും പുറകിലല്ല. ചർമ്മത്തിന് നല്ല തിളക്കം നിലനിർത്താനും, അല്ലെങ്കിൽ ആ ഒരു ഏജിങ് പ്രോസസ്സിൽ വരുന്ന ചില ചുളിവുകളും മുഖത്തെ പാടുകളും ഏജ് സ്പോട്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മറയ്ക്കാനുള്ളൊരു വഴി കൂടെയാണ് ഈ പപ്പായ എന്നുള്ളത്. സ്കിന്നിൽ അത്രയേറെ ഗുണങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ സൗന്ദര്യ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പപ്പായയുടെ മറ്റൊട്ടനേകം ഗുണങ്ങളുണ്ട്. ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. വിറ്റാമിനുകൾ, നാരുകൾ, അതുപോലെ ധാതുക്കൾ ഇവയെല്ലാം തന്നെ സമ്പന്നമായിട്ടുള്ള ഈ പപ്പായ എല്ലാ സീസണിലും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കീടനാശിനി സഹായമില്ലാതെ വളരുന്നാൽ വളരെ ധൈര്യപൂർവ്വം തന്നെ ഉപയോഗിക്കാനും പറ്റും. ഡെങ്കി ഫീവറൊക്കെ വന്നതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഡെങ്കി വൈറസിനെ എല്ലാം തന്നെ നിർവീര്യമാക്കാനുള്ള ഒരു ശേഷി കൂടെ നമ്മുടെ ഈ പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പപ്പൈൻ എന്ന ഘടകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പായ കഴിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ നല്ലതാണ്. കൗണ്ട് കുറഞ്ഞ അവസ്ഥയിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങളൊരു ഹെമറോയിഡ് രോഗിയാണ്, പൈൽസ് രോഗിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ദഹനം വളരെ സുഗമമാക്കാൻ ഇതിൽ നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹനത്തിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അത്തരം ഭാഗങ്ങളിലുള്ള വേദനയോ നീർക്കെട്ടോ ഒക്കെ തന്നെ മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. വീര്യോഷ്ണ പാചനി ഹൃദ്യാഗ്രാഹിണി കഫവാദനുത് എന്ന ഈ ഒരു ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഇത് കഫും കോൾഡും, അല്ലെങ്കിൽ നമുക്ക് ചുമ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആസ്മ രോഗികളാണ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് പപ്പായ ഉപയോഗിക്കുന്നത്. അതുപോലെ സ്പ്ലീനോമെഗാലി, ഹെപ്പറ്റോമെഗാലി തുടങ്ങിയിട്ടുള്ള നമ്മുടെ കരളിനൊക്കെ വീക്കം വരുന്ന അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ വളരെ യുക്തിപൂർവ്വം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പപ്പായ. ഇനി അധിക കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് വിരയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഇതിൻ്റെ കുരു ഉപയോഗപ്പെടുത്താൻ പറ്റും. കുരു നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു 3 ഗ്രാം വീതം അല്പം ഒരു ടീസ്പൂൺ തേനുമായിട്ട് ചേർത്തിട്ട് കഴിക്കാം. എന്നിട്ട് അതിന് തൊട്ട് പുറകെ തന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് റോക്ക് സാൾട്ട് കൂടെ ചേർത്തിട്ട്, പൊടിച്ച റോക്ക് സാൾട്ടും കൂടെ ചേർത്ത് അല്പം ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നത് ഇത്തരം വിരശല്യമൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. വിത്ത് ഉദരക്രിമികളെ നശിപ്പിക്കുന്നു എന്നുള്ളതിന് കൂടെ തന്നെ നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കറ, ഗളരോഗം അല്ലെങ്കിൽ പുഴുക്കടി എന്നിവയൊക്കെ പുറമെ പുരട്ടിയ നല്ല ശമനം കിട്ടാറുണ്ട്. പച്ചക്കായ തിന്നുന്നത് തന്നെ ഉദരക്രിമി നശിക്കാൻ ഏറെ നല്ലതാണ്. ആർത്തവം മുടങ്ങിയും അല്പാൽപമായി വേദനയോടുകൂടിയൊക്കെ ഉള്ളവർക്ക് പച്ചക്കായയുടെ കുരുവും കറയും ഒന്നും കളയാതെ ഇടിച്ച് പിഴിഞ്ഞ നീര് 1 ഔൺസ് വീതം 2 നേരം കൊടുത്താൽ ആർത്തവം സുഗമമാവാറുണ്ട്. ഇതൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് നേരിട്ട കൺസൾട്ടേഷനിൽ ചെയ്യാൻ കേട്ടോ. കാരണം എപ്പോഴും ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും രോഗാവസ്ഥയും എല്ലാം വ്യത്യസ്തമായിരിക്കും. അഗ്നിമാന്ദ്യം, ഗ്രഹണി, അതിസാരം, യകൃത്, പ്ലീഹ, വൃദ്ധി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കരൾ വീക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പപ്പായ പതിവായി കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. പഴുത്ത കായ പതിവായി കഴിച്ചാൽ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുമെന്ന് അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പഠനത്തിലൊക്കെ തന്നെ തെളിയിച്ചിട്ടുള്ളതുമാണ്. ശാരീരിക അവയവങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഏറെ സഹായകരമായിട്ടുള്ളതാണ്. അതിനടങ്ങിയിട്ടുള്ള നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് പപ്പായ. വിവിധ ത്വക്ക് രോഗങ്ങൾ മുതൽ ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വരെ പപ്പായയ്ക്ക് കഴിയും. അതൊരു ട്രീറ്റ്മെൻ്റ് അല്ല, അതിൻ്റെ പ്രതിരോധ മാർഗമാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പോളിസാക്കറൈഡുകൾ, എൻസൈമുകൾ, പ്രോട്ടീൻ, ധാതുലവണങ്ങൾ എന്നിവ പപ്പായയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പപ്പായയിൽ ബീറ്റാ കരോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്നുണ്ട്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന
അടങ്ങിയിരിക്കുന്ന വിവിധ എൻസൈമുകൾ ദഹന പ്രക്രിയയെ സഹായിക്കാനും ഇതിലടങ്ങിയിട്ടുള്ള പപ്പൈൻ എൻസൈം പ്രോട്ടീനുകൾ വിഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദഹന പ്രക്രിയയിലെ തടസ്സങ്ങളൊക്കെ മാറ്റി ദഹനം വളരെ സുഗമമാക്കാൻ സഹായിക്കും. ശരീരത്തിലെ പ്രോട്ടീൻ കൊഴുപ്പായിട്ട് അടിയുന്നത് തടയുകയും പ്രമേഹം, രക്തസമ്മർദ്ദം, ആർത്രൈറ്റിസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാനും നല്ലതാണ്. സ്ഥിരമായിട്ട് പഴുത്ത പപ്പായയോ പച്ച പപ്പായയോ ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് പിത്തദോഷം അധികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതും അതുപോലെ ശരീരത്തിൽ അധികമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടില്ല എന്നുള്ളത് കൊണ്ടും കുടവയറും അമിതവണ്ണവും ഒക്കെ തടയാൻ ഏറെ നല്ലതാണ്. കാലറി കുറവായതിനാൽ ഇത് ദിവസവും കഴിച്ചാൽ അമിതവണ്ണം ഉണ്ടാവും എന്നുള്ള ഒരു പേടി വേണ്ടതാനും. ശേഷി വർദ്ധിപ്പിക്കാൻ പപ്പായ ഏറെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഉള്ളതുകൊണ്ട് ചർമ്മ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു ഓപ്ഷൻ തിരയേണ്ടതില്ല. ഇത് തന്നെ നമുക്ക് നല്ലൊരു ഫേസ് ക്രീമായിട്ട് ഉണ്ടാക്കുന്ന രീതി നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുഖത്ത് നിങ്ങൾക്ക് ചുളിവുകളൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഓയിൽ തയ്യാറാക്കിയിട്ട് മസാജ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഫേസ് യോഗ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ആയിട്ടുള്ള മസാജിലൊക്കെ ഈ ഓയിൽ ഉൾപ്പെടുത്താം. അതിന് കൂടെ ഓയിൽ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ പ്രത്യേകിച്ചും ഒരു 30-40 വയസ്സിന് ശേഷം ഇത്തരം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ക്രീമുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വളരെ നല്ല വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ഇതൊരു സൗന്ദര്യ സംരക്ഷണം എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ത്വക്ക് എന്നുള്ള ആ ഒരു അവയവത്തിനെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് കൂടെയാണ്. പപ്പായയുടെ ഇല ആവിയിൽ വേവിച്ച് വിവിധ മൂത്രാശയ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനൊക്കെ മരുന്നായിട്ടും ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. പപ്പായ ഇലയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ, വിറ്റാമിൻ എ, സി, ഇ, കെ ഇവയൊക്കെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. പപ്പായയുടെ ഇല ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായ പെപ്റ്റിക് അൾസർ പ്രതിരോധിക്കാനൊക്കെ ഫലപ്രദമായിട്ടുണ്ടെന്നും പഠനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ എന്നുള്ളൊരു ഘടകം ഇത്തരം ആൻറ്റി ഓക്സിഡൻസുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് പച്ച പപ്പായയോ പഴുത്ത പപ്പായയോ കിട്ടിയാൽ വെറുതെ കളയരുത്. അതിന് നമ്മുടെ കൂടുതലായിട്ട് നമുക്ക് പരിചയമുള്ളതും മുറ്റത്ത് കാണുന്നതുമായതുകൊണ്ട് കൂടുതലും അവഗണന ഏറ്റുവാങ്ങിയിട്ടുള്ള ഒന്നാണ് പപ്പായ. പലപ്പോഴും ഒരു കറി വയ്ക്കാൻ പുറമേ നിന്ന് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പപ്പായയെ മറന്നു പോകാറുണ്ട്. ഇനി അത് വേണ്ട. കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇത്തരം ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ എന്നുള്ള ഒരു പ്രശ്നത്തിനെ കുറയ്ക്കാൻ പപ്പായ മാത്രം മതി എന്ന് വേണം പറയാൻ. നമ്മുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഇത് പച്ചയായിട്ട് കഴിക്കണമെന്നോ അല്ലെ ജ്യൂസ് അടിച്ച് കുടിക്കണമെന്നോ എന്നൊന്നുമല്ല. നമുക്ക് പച്ച പപ്പായ അത് ഏത് രീതിയിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാൻ ശ്രമിക്കാം. പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പപ്പൈൻ എന്ന എൻസൈം പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് ദഹനത്തെ സുഗമമാക്കും. നാരുകളും ധാരാളം വെള്ളവും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയുമില്ല. അതുപോലെ നാരുകൾ, പൊട്ടാസ്യം, വൈറ്റമിൻ സി, ലൈക്കോപ്പീൻ ഇവയൊക്കെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയാഘാത സാധ്യത തടയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ എയും ഇയും കെ, ബി ഇതൊക്കെ ഇത്തരം വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ബാധയിൽ നിന്നും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഊർജ്ജം നൽകാനും ശരീരഭാരം കുറയ്ക്കാനും പപ്പായ ഏറെ നല്ലതാണ്. ഉയർന്ന ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഏറെ നല്ലതാണ്. മാക്യുലർ ഡീജനറേഷൻ ഒക്കെ തന്നെ തടയാൻ ഇത് സഹായിക്കും. ലൈക്കോപ്പിൻ പോലുള്ള ആന്റി ഓക്സിഡൻസുകൾ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും എസിറ്റോജെനിൻ എന്നുള്ള ഘടകം മലേറിയ, ഡെങ്കിപ്പനി, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പപ്പായ ഇലയുടെ ജ്യൂസും നല്ലതാണ്. ഇത് കരളിനെ ശുദ്ധീകരിക്കാനും സഹായിക്കുന്നുണ്ട്. പപ്പായയിൽ നാരുകൾ, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് ധമനിയിലെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതും അതുപോലെ കൊളസ്ട്രോൾ കാരണമുണ്ടാകുന്ന ഹൃദയാഘാതം, രക്താതി സമ്മർദ്ദം ഇവയൊക്കെ നമ്മുടെ ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ബാധിക്കാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒന്നുകൂടെയാണ് പപ്പായ. കരോട്ടിൻ, ഫ്ലേവനോയിഡുകൾ, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഇത്തരം പോഷകങ്ങളും വൈറ്റമിൻ ബി ഒക്കെ പപ്പായയിൽ ഉള്ളതുകൊണ്ട് പപ്പൈൻ എന്ന എൻസൈമിൻ്റെ സാന്നിധ്യം മൊത്തത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഒരു പപ്പായയിൽ ഏകദേശം 60 കലോറി ഉണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഒക്കെ നോക്കുന്നവരാണ് ഈ സന്ധിവാതത്തിൻ്റെ വളരെ വേദനയുള്ള സാഹചര്യങ്ങളിലും അത്തരം ലക്ഷണങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ പപ്പായയിലുള്ള ഇത്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി
ഒത്തിരി വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ കഠിന ആർത്തവ വേദന അനുഭവിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ജോയിന്റുകളിലുള്ള വേദനയോ ഇതൊക്കെ ഒരു ചെറിയ രീതിയിലായാലും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഈ രക്തയോട്ടം അല്ലെങ്കിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ സപ്ലൈ ശരിയായിട്ട് നടത്താനും കൂടെ ഇത് വളരെയധികം സഹായകരമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാടേറെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗുണങ്ങളാണെങ്കിൽ പോലും പലതും നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായകരമാകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പപ്പായ എന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് നമ്മുടെ ഡയറ്റിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുന്നതും ഏറെ നല്ലതാണ്. വിഷരഹിതമായിട്ടുള്ള ഇത്തരം പച്ചക്കറികളാണ് നമ്മുടെ ഡയറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഊൺമേശയിലൊക്കെ തന്നെ സ്ഥാനം പിടിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു പപ്പായയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ അവർക്കും ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.